ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമുക്ക് പൈത്തോൺ പ്രോഗ്രാമിംഗ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അഥവാ VS കോഡിൽ എങ്ങനെ ചെയ്യാമെന്നാണ്. സോ നമ്മൾ പൈത്തോൺ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽ പഠിച്ച സമയത്ത് നമ്മൾ പൈച്ചാം എന്ന് പറയുന്ന IDE ആണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. സോ പൈച്ചാം IDE ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാവുന്നതാണ്. സോ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന IDE ആണ്. നമ്മൾ ആദ്യം python.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയതിന് ശേഷം പൈത്തോൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈത്തോൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ code.visualstudio.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയതിന് ശേഷം VS കോഡും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇത് വളരെ ഈസിയായി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ഉണ്ട്. സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ പൈത്തോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഒരിക്കൽ പൈത്തോണും വിഷ്വൽ സ്റ്റുഡിയോ കോഡും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ പൈത്തോൺ ട്യൂട്ടോറിയൽ എന്ന് പേര് കൊടുക്കുന്നു, ട്യൂട്ടോറിയൽ. ശേഷം ഞാൻ ഈ ഒരു ഫോൾഡർ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കൊണ്ടുവന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഇതുപോലെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ I trust the authors എന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫോൾഡർ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലെ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് വരിക, ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരിക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പൈത്തോൺ ഒന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. പൈത്തോൺ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വരുന്ന റിസൾട്ട് ഈ പൈത്തോൺ ബൈ മൈക്രോസോഫ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പൈത്തോൺ പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇത് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ VS കോഡിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. സോ ഇൻസ്റ്റാളേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതുപോലെ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഐക്കൺ കാണാൻ സാധിക്കും. സോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ് അർത്ഥം. ശേഷം നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഈ ടാബിൽ വരിക. ശേഷം നമ്മൾ ഇവിടെ ഈ നമ്മുടെ ഫോൾഡർ പൈത്തോൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ നമ്മൾ നമ്മുടെ ആദ്യത്തെ പൈത്തോൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാനിവിടെ main.py എന്ന് കൊടുത്ത് .py അതിൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പൈത്തോൺ ട്യൂട്ടോറിയലിൽ നമ്മൾ ഓൾറെഡി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫുൾ പൈത്തോൺ ട്യൂട്ടോറിയൽ നമ്മുടെ ഈ ചാനലിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ main.py എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ ആദ്യത്തെ കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ main.py ക്രിയേറ്റ് ചെയ്ത ഉടനെ നമുക്ക് താഴെ ഒരു എക്സ്റ്റൻഷൻ ലോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കാണാൻ സാധിക്കും. പൈത്തോൺ വേർഷനും അതിൻ്റെ ലൊക്കേഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാം. നമ്മൾ പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. പ്രിൻറ്റ് ഹലോ വേൾഡ്. സോ നമ്മൾ ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം ചെയ്യുകയാണ്. ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇതുപോലെ ചോദിക്കും ഫോർമാറ്റർ ഓട്ടോ പെപ്പ് 8 ഈസ് നോട്ട് ഇൻസ്റ്റാൾ എന്ന് ചോദിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് യൂസ് ബ്ലാക്ക് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാക്കേജ് ഇവിടെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെർമിനലിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും, ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. സോ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് റൺ ചെയ്യാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ടെർമിനലിൽ നിന്ന് റൺ ചെയ്യാം. സോ നമ്മൾ ടെർമിനലിൽ വന്നതിന് ശേഷം സോ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. Vscode പൈത്തോൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ശേഷം നമ്മൾ പൈത്തോൺ എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ പൈത്തോൺ ഫയൽ നെയിം main.py എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ റിസൾട്ട് ലഭിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് റൺ ചെയ്യാം. സോ നമ്മളിവിടെ ഈ ഒരു കാണുന്ന ഈ ഒരു റൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം റൺ കോഡ് എന്ന് കൊടുക്കുക. റൺ കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന റിസൾട്ട് വരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് മറ്റൊരു പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. സോ നമ്മൾ num1 2 സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള പ്രോഗ്രാം. സോ നമുക്ക് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇൻറ്റിജർ, സോ നമ്മൾ ഇൻപുട്ട് എൻ്റർ നമ്പർ 1, അതുപോലെ num2 ഇൻറ്റിജർ ഇൻപുട്ട് എൻ്റർ നമ്പർ 2. ശേഷം നമുക്കതിൻ്റെ തുക കാണാം. സം ഈക്വൽ ടു num1 പ്ലസ് num2. ശേഷം നമുക്കതിൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാം. സോ പ്രിൻറ്റ് സം ഈസ് സം എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുക. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ നമ്പർ 1 ചോദിക്കുന്നു. സോ ഞാനിവിടെ 10 കൊടുക്കുന്നു. ശേഷം നമ്പർ 2 ചോദിക്കുന്നു, ഞാൻ 20 കൊടുക്കുന്നു. സോ നമുക്ക് സം ഈസ് 30 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നു. സോ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം.
നമ്പർ 1 നമ്മൾ ടെർമിനലിൽ 100 കൊടുക്കുന്നു, അതുപോലെ നമ്പർ 2 നമ്മൾ 200 കൊടുക്കുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദ സം ഈസ് 300 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിലും നമുക്ക് പൈത്തോൺ പ്രോഗ്രാമിംഗ് ചെയ്യാവുന്നതാണ്. സോ പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. സോ വളരെ ഈസിയായി നമുക്ക് പൈത്തോൺ പ്രോഗ്രാമിംഗ് VS കോഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.